യൂട്യൂബ്, ഫേസ്ബുക്ക് തുടങ്ങി നിരവധി സൈറ്റുകളിൽ നിന്നും HD 2K വീഡിയോസും MP3 ഫയൽസും അതിവേഗത്തിൽ സേഫായി ഡൗൺലോഡ് ചെയ്യാൻ സ്നാപ്ട്യൂബ് എന്ന പുതിയ ഫ്രീ ആപ്ലിക്കേഷൻ. ഡൗൺലോഡ് ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ. ഒമർ ലുലു സംവിധാനം ചെയ്ത ചങ്ക്സ് എന്ന ചിത്രം ഇന്ന് ഓഗസ്റ്റ് 4 തിയേറ്ററുകളിലെത്തി. ചങ്ക്സിന്റെ മ്യൂസിക് ഗോപി സുന്ദറും ക്യാമറ ആൽബിയും സ്ക്രിപ്റ്റ് ജോസഫ്, അനീഷ്, സനൂപ് എന്നിവരുമാണ് നിർവഹിച്ചിരിക്കുന്നത്. ബാലു വർഗീസ്, ഹണി റോസ്, സിദ്ദിഖ്, ലാൽ, ധർമ്മജൻ, ഗണപതി, കുപ്പി എന്നിവരാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. മെക്കിൽ പഠിക്കുന്ന 4 സുഹൃത്തുക്കൾ, 4 ചങ്ക് ബ്രോസ്: ബാലു, ധർമ്മജൻ, ഗണപതി, കുപ്പി. ഇവന്മാർ നല്ല ഒന്നാന്തരം കോഴികളാണ്, നല്ല അസല് പൂവങ്കോഴികൾ. ക്ലാസ്സിൽ പെൺകുട്ടികൾ ഇല്ലാത്തതിൻ്റെ ദുഃഖം സ്വന്തം ടീച്ചറെ വായി നോക്കിയാണ് ഇവർ തീർക്കുന്നത്. അതാ പെട്ടെന്ന് ഹണിറോസ് എന്ന പെടക്കോഴി കടന്നു വരുന്നു. ഈ പൂവങ്കോഴികൾ ഹണിറോസിൻ്റെ പുറകെ കൂടുന്നു. അതിൽ ബാലു എന്ന വൻ പൂവങ്കോഴി ഹണിറോസിനെ സെറ്റാക്കി എടുക്കുന്നു. അവസാനം അവരുടെ കല്യാണം നടക്കുന്നു. ഇതൊരു സിനിമയാണ് എന്ന് കാണിക്കാൻ വേണ്ടി അവസാനം ചെറിയൊരു ട്വിസ്റ്റും സംവിധായകൻ വയ്ക്കുന്നു. ഒരു 2 മണിക്കൂർ ദൈർഘ്യമുള്ളൊരു എൻ്റർടൈൻമെൻറ്റ് വീഡിയോ ആയിട്ട് മാത്രമേ ചങ്ക്സ് എന്ന ഈ സിനിമയെ കൂട്ടാൻ കഴിയുള്ളൂ. കൊടുത്ത പൈസയ്ക്കുള്ള സംഭവമെല്ലാം ഈ ചിത്രത്തിൽ നിന്ന് കിട്ടും. ബോറടിക്കില്ല. കുറേ ചളി കോമഡികളുണ്ട്. പക്ഷേ അതിലുപരി നമ്മൾ ചിരിപ്പിക്കാനുള്ള വകയും ഈ ചിത്രത്തിലുണ്ട്. അശ്ലീലതകൾ നിറഞ്ഞ ഡയലോഗുകൾ ഇഷ്ടം പോലെയുണ്ട്. അതിനു പറ്റിയ സീൻസും എല്ലാമുണ്ട്. കമ്പിക്കഥയിൽ വെള്ളം ഒഴിച്ച് ഡൈല്യൂട്ട് ചെയ്ത് സ്ക്രീനിലെത്തിച്ചാൽ അതിൻ്റെ പേര് ചങ്ക്സ് എന്നാകാം. ഈ സിനിമ പിടിച്ചു നിൽക്കുന്നത് തന്നെ അശ്ലീല ഡയലോഗുകൾ കൊണ്ട് മാത്രമാണ്. ഒരു മികച്ച തിരക്കഥയില്ല ഈ ചിത്രത്തിന്. പ്രേക്ഷകർ കൈയടിക്കുന്ന ഓരോ ഡയലോഗുകളും ഓരോ കോമഡികളും ഈ ഡബിൾ മീനിങ് അല്ലെങ്കിൽ ഈ സ്ട്രെയിറ്റ് കമ്പി ഡയലോഗിനാണ്. അച്ഛനെയും അമ്മയൊന്നും കൂടി ചിത്രം കാണാൻ പോകാത്തതാണ് നല്ലത്. ശക്തമായ തിരക്കഥയില്ലാത്ത ഈ ചിത്രത്തെ പിടിച്ചു നിർത്തുന്നത് ഈ അശ്ലീലത മാത്രമാണ്. ടീനേജേഴ്സിനെ മനസ്സിൽ കണ്ടുകൊണ്ടായിരിക്കണം ഒമർ ലുലു ഇത്തരമൊരു ചിത്രം ഒരുക്കിയത്. പല കോഴികൾക്കും ഈ സിനിമയിലെ കോഴികളോട് കമ്പയർ ചെയ്യാൻ പറ്റിയേക്കും. ഈ സിനിമയിലെ പോസിറ്റീവ് ഫാക്ടർ എന്ന് വെച്ചാൽ നമുക്ക് ബോറടിക്കില്ല. കാരണം എന്നാ, ഈ ഡബിൾ മീനിങ് ഡയലോഗ്സും ഇതുകൂടെ അശ്ലീലതയും അങ്ങനെ കുറേ കോമഡികളുണ്ട്. അത് മിക്കവരും തന്നെ ഇഷ്ടപ്പെടുന്ന സംഭവമായതുകൊണ്ട് ആർക്കും ബോറടിക്കില്ല, ഇങ്ങനെ ഇരുന്നോളും. അത് മാത്രമേ ഉള്ളൂ ഈ ചിത്രത്തിൽ. ഈ ചിത്രത്തിൻ്റെ ടെക്നിക്കൽ സൈഡൊക്കെ നൈസാണ്. ക്യാമറ ഓക്കെയാണ്, മ്യൂസിക് നൈസാണ്. അങ്ങനെ മൊത്തത്തിലൊരു സിനിമയെന്ന് പറയാൻ പറ്റത്തില്ലെങ്കിലും ഒരു 2 മണിക്കൂർ നമ്മളെ എൻ്റർടൈൻ ചെയ്യാൻ പറ്റിയ സംഭവങ്ങളെല്ലാം ഇതിൻ്റെ അകത്തുണ്ട്. പിന്നെ ഈ ചിത്രത്തിൻ്റെ ഒരു നെഗറ്റീവ് ഫാക്ടർ എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ഒരു നല്ല തിരക്കഥയില്ല. ഈ ചിത്രത്തിൻ്റെ ക്യാരക്ടറൈസേഷൻ കുറച്ചുകൂടെ മെച്ചപ്പെടുത്തായിരുന്നു. പ്രത്യേകിച്ചും ഹണിറോസിനൊക്കെ എന്തെങ്കിലും ഡീപ്പായിട്ടൊരു നല്ലൊരു ക്യാരക്ടറൈസേഷൻ കൊടുക്കാമായിരുന്നു. പ്രേക്ഷകനെ ഡബിൾ മീനിങ് ഡയലോഗ് പറഞ്ഞ് ചിരിപ്പിക്കുക, സീറ്റുകളിൽ പിടിച്ചിരുത്തുക, മൊത്തത്തിൽ ചെറിയൊരു ഓളം, അത്രേ ഉള്ളൂ ചിത്രം. ഈ ചിത്രത്തിന് എൻ്റെ റേറ്റിംഗ് 2.4 out of 5.